ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 9 ബൈബിൾ ക്വിസ്. ആരുടെ രാജാക്കന്മാരാണ് ഹായി യുദ്ധവസ്തുത കേട്ടത്? ഹിത്യർ, അമ്മോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ. യോശുവയുടെ വിജയത്തെക്കുറിച്ചുള്ള വസ്തുത കേട്ട രാജാക്കന്മാർ ഏത് പ്രദേശങ്ങളിൽ ഉള്ളവരായിരുന്നു? യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലെബനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലും. ഹായി യുദ്ധത്തെക്കുറിച്ചുള്ള വസ്തുത കേട്ടപ്പോൾ ഹിത്യർ, അമ്മോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ എന്തു ചെയ്തു? യോശുവയോടും ഇസ്രയേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ എന്തു ചെയ്തു? അവർ ഒരു ഉപായം പ്രയോഗിച്ചു. യോശുവയുടെ അടുക്കലേക്കുള്ള യാത്രയ്ക്കായി ഗിബെയോൻ നിവാസികൾ എന്തെല്ലാം കഴുതപ്പുറത്ത് കയറ്റി? ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി. ഗിബെയോൻ നിവാസികൾ എന്തെല്ലാം ധരിച്ചാണ് യോശുവയുടെ അടുക്കലേക്ക് പുറപ്പെട്ടത്? പഴക്കം ചെന്ന് കണ്ടം വച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിന്മേലും ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പം ഏത് സ്ഥിതിയിലായിരുന്നു? അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. ഗിബെയോൻ നിവാസികൾ യോശുവയെ കാണാൻ എവിടെ ചെന്നു? ഗിൽഗാലിൽ ചെന്നു. ഗിബെയോൻ നിവാസികൾ തങ്ങൾ എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്ന് യോശുവയോട് പറഞ്ഞു. ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗിബെയോൻ നിവാസികൾ ഇസ്രയേല്യരോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. ഗിബെയോൻ നിവാസികൾ ആരായിരുന്നു? ഹിവ്യർ. ഗിബെയോൻ നിവാസികൾ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. തന്ത്രശാലികളായ ഗിബെയോൻ നിവാസികൾ യോശുവയോട് എങ്ങനെ സംസാരിച്ചു? ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഗിബെയോന്യർ എവിടെ നിന്നാണ്, എന്ത് കാരണത്താലാണ് അവർ യോശുവയുടെ അടുക്കൽ ഏറ്റവും ദൂരത്ത് നിന്ന് വന്നതെന്നാണ് പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം. ഗിബെയോൻ നിവാസികൾ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്രായേല്യർക്ക് വേണ്ടി ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ചെയ്തതായി കേട്ടു?
ഇസ്രയേല്യരുടെ ദൈവം മിസ്രൈമിൽ ചെയ്തതൊക്കെയും ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്തിലെ ബാശാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമ്മോര്യരുടെ 2 രാജാക്കന്മാരോടും ചെയ്തതൊക്കെയും. ഹെശ്ബോനിൽ നിന്നുള്ള രാജാവ് ആരാണ്? സീഹോൻ രാജാവ്. ഓഗ് രാജാവ് എവിടെയാണ് ഭരിച്ചത്? ബാശാൻ. അസ്തരോത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? ഓഗ് രാജാവ്. യോശുവയുടെയും ഇസ്രായേൽ പുരുഷന്മാരുടെയും അടുക്കൽ ചെന്ന്, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ ആയിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്ന് ഗിബെയോന്യരോട് ആർ ആവശ്യപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും. യോശുവയെയും ഇസ്രായേൽ പുരുഷന്മാരെയും കാണാൻ ഗിബെയോന്യർ വന്നപ്പോൾ ഭക്ഷണത്തിനായിട്ട് ആ അപ്പം ഏതവസ്ഥയിൽ എടുത്തതാകുന്നുവെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ അത് ഏതവസ്ഥയിലാണെന്ന് അവർ പറഞ്ഞു. ഗിബെയോന്യർ ഇസ്രായേൽ പുരുഷന്മാരുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ആ അപ്പം ചൂടോടെ അവരുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ അത് ഉണങ്ങി പൂത്തിരിക്കുന്നു. അതിദീർഘയാത്ര ചെയ്തു വന്നവരാണെന്ന് തെളിയിക്കാൻ ഗിബെയോനിലെ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ വീഞ്ഞു നിറച്ചുകൊണ്ടുപോന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കവുമായിരിക്കുന്നു. ഗിബെയോന്യരിൽ നിന്നുള്ള വിശദീകരണം കേട്ടതിനു ശേഷം ഇസ്രായേൽ പുരുഷന്മാർ എന്തു ചെയ്തു? ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. ഗിബെയോന്യരുമായി യോശുവ ഉണ്ടാക്കിയ സഖ്യം എന്താണ്? യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. ഗിബെയോന്യരുമായി ഉടമ്പടി ചെയ്യുന്നതിൽ സഭയിലെ പ്രഭുക്കന്മാർക്ക് എന്തു പങ്കുണ്ടായിരുന്നു? സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഹിവ്യർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും എത്ര ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേല്യർ കേട്ടത്? ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം. ഇസ്രായേൽ മക്കൾ തങ്ങളെ വഞ്ചിച്ച ഗിബെയോന്യരുടെ പട്ടണങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടതിന്റെ എത്രാം ദിവസമാണ് അവരുടെ പട്ടണങ്ങളിൽ എത്തിയത്? യാത്ര പുറപ്പെട്ടതിന്റെ 3-ാം ദിവസം. ഇസ്രായേൽ മക്കൾ സഖ്യതയും ഉടമ്പടിയും ചെയ്ത ഹിവ്യരുടെ പട്ടണങ്ങൾ ഏതൊക്കെയായിരുന്നു? കെഫീര, ബേരോത്ത്, കിര്യത്ത് യെയാരീം. ഇസ്രായേൽ മക്കൾ ഹിവ്യരെ സംഹരിക്കാതിരുന്നത് എന്തുകൊണ്ട്? സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കാൻ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. ഇസ്രായേൽ മക്കൾക്ക് ഹിവ്യരെ സംഹരിക്കാൻ കഴിയാത്തതിൽ ആരാണ് പ്രഭുക്കന്മാരുടെ നേരെ പിറുപിറുത്തത്?
സഭ മുഴുവനും. ഗിബിയോന്യരെ നമുക്ക് തൊട്ടുകൂടാ എന്ന് പ്രഭുക്കന്മാർ എല്ലാവരും സർവ്വസഭയോടും പറഞ്ഞത് എന്തുകൊണ്ട്? ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് പ്രഭുക്കന്മാർ അവരോട് സത്യം ചെയ്തിരിക്കയാൽ. ഇസ്രയേൽ മക്കൾ ഇവരെ ജീവനോടെ രക്ഷിച്ചില്ലെങ്കിൽ എന്ത് അവരുടെ മേൽ വരും എന്നാണ് പ്രഭുക്കന്മാർ ഇസ്രയേൽ മക്കളോട് പറഞ്ഞത്. ചെയ്തുപോയ സത്യനിമിത്തം കോപം അവരുടെ മേൽ വരും. അവർക്ക് വാക്ക് കൊടുത്തതുപോലെ പ്രഭുക്കന്മാർ ഇവരുമായി എന്തു ചെയ്യാൻ തീരുമാനിച്ചു. അവർ ജീവനോടെ ഇരിക്കാനും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കാനും തീരുമാനിച്ചു. ഹിവ്യർ ഇസ്രായേൽ മക്കളെ വഞ്ചിച്ചതായി കണ്ടെത്തിയതിനു ശേഷം യോശുവ അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ത്? യോശുവ ഹിവ്യരെ ശപിച്ചതെങ്ങനെ? എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു. ഇവർ ഇക്കാര്യം എന്തുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നാണ് യോശുവയോട് പറഞ്ഞത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ ഒക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഗിബെയോന്യർ തങ്ങളെ തന്നെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? യോശുവയുടെ. ഹിവ്യർ യോശുവയോട് എങ്ങനെ പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു. ഗിബിയോൻ നിവാസികളോട് ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യുന്നതിൽ നിന്ന് യോശുവ അവരെ രക്ഷിച്ചു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ ഹിവ്യരെ എന്താക്കി? അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി ഇന്നുവരെയും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. ആരെ? ഹിവ്യരെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.